എന്താണ് പ്രണയമെന്നത് നീ എൻ്റെ ജീവിതത്തിൽ വന്ന ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. നീ ആരാണെന്നോ ഏതാണെന്നോ ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, നീയാണ് എൻ്റെ ജീവിതം. എനിക്കായി പിറന്നവളാണ് നീ. എന്താ കുട്ടി, നീ ആ ചിത്രത്തിലേക്ക് നോക്കി ഇങ്ങനെ പിറുവിറിക്കുന്നത്? അല്ല, ഏതാ ഈ കുട്ടി? തന്റെ മനസ്സിലാവുന്ന മൊഞ്ചത്തിയുടെ രൂപം ക്യാൻവാസിൽ പകർത്തി അതിലേക്ക് നോക്കി തന്റെ പ്രിയതമയോട് സംസാരിക്കുന്ന സമയമാണ് ഉമ്മ വന്ന് ചോദിച്ചു. ഉമ്മാനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നീ ചിരിക്കാണ്ട് കാര്യം പറയടാ. വേറെ ആരല്ലോ ഉമ്മ, നിങ്ങളുടെ മരുമോളാ. അവന്റെ സംസാരം വളരെ ശാന്തമായിരുന്നു. സത്യം പറ, ഇതുപോലെ മൊഞ്ചത്തിയാണോ? കൗതുകത്തോടെ ക്യാൻവാസിലേക്ക് നോട്ടം പതിപ്പിച്ച് അവനോടായി ചോദിച്ചു. പതിയെ ചിരിച്ചുകൊണ്ട് അവൻ അല്ല എന്ന് തലയാട്ടി. അതുകൊണ്ട് ഉമ്മ ആസിയം നെറ്റി വിളിച്ചു. ഇതുപോലെയല്ല, ഇതിലേറെ അവൻ പറഞ്ഞു തുടങ്ങിയായിരുന്നു അവളെക്കുറിച്ച്. കരിനീല മിഴികളും ചാമ്പയ്ക്കാതരവും അതിന് മാറ്റുകൂട്ടാനെന്നോണം ചുണ്ടിന് മീതെ ഒരു കുഞ്ഞ് കാക്കാപ്പുള്ളിയും ഒരു കുഞ്ഞു നീലക്കൽ മൂക്കുത്തിയും നിതമ്പം മറക്കുമ്പോൾ ഇടതൂർന്ന കാർക്കൂന്തൽ. ആ കരിനീലക്കണ്ണിന് ചുറ്റും കട്ടികൾ സുറുമി എഴുതിയത് അവളുടെ കണ്ണിന്റെ ഭംഗി ഒന്നുകൂടെ കൂട്ടി. ശരിക്കും പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ഹൂറി. അവന്റെ വർണ്ണനയായിട്ട് മൂക്കത്തി വിരളിച്ച് നിൽക്കുന്ന ആസിയെ നോക്കി അവൻ ചിരിച്ചു. അവളിനി എന്നാ ഇങ്ങോട്ട് കൊണ്ട് കൈപ്പിടിച്ച് കയറ്റുന്ന അർഷു? അറിയില്ലുമ്മ, അവളെവിടെയാണെന്നോ ആരാണെന്നോ. അത് കേട്ട് ആസിയ സംശയത്തോടെ അവനെ നോക്കി. അവൾ ഞാൻ കണ്ടത് 1 മാസം മുമ്പ് നടന്ന വയനാട്ടിലെ പെയിന്റിങ് എക്സിബിഷനിലായിരുന്നു. അന്നൊരൊറ്റ തവണ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അന്ന് അവൾ ആ കരിനീല മിഴികൾ വെച്ച് എന്നെ നോക്കിയ ആ നോട്ടം അതിൻ്റെ കൽബ് കവരാൻ മാത്രം ശേഷിയുള്ളതായിരുന്നു. പോകണം എൻ്റെ പ്രിയതമയെ തേടിയൊരു യാത്ര. ഇവിടുന്ന് വയനാട്ടിൽ പോയിട്ട് അവിടെ എവിടെയെന്ന് വെച്ചാൽ നീ അവളെ അന്വേഷിക്കുന്നത്? അത്രയും നേരം ശാന്തമായിരുന്നു അവൻ്റെ മുഖം. ആസിയുടെ സംസാരം കേട്ട് ദേഷ്യം നെളിച്ചിരുന്നു. ഉമ്മ, എനിക്ക് വിശ്വാസമുണ്ട്, അവൾ ഞാൻ കണ്ടെത്തുന്നു. പിന്നെ ഈ ആരെങ്കിലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവളെ ആയിരിക്കും. അവൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു. എന്നാലും മോനെ. വേണ്ടുമ്മ, ഈ കാര്യത്തിൽ എനിക്ക് ഉമ്മാനെ അനുസരിക്കാൻ അത്രയും ബുദ്ധിമുട്ടുണ്ട്. മോനെ, ഈ ഉമ്മൻ്റെ കുട്ടിയുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും എതിരെ നിന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. മോൻ്റെ ഏത് ആഗ്രഹവും സാധിച്ചു തന്നിട്ടില്ലേ ഞാനും റഹീമിക്കുകയും. പിന്നെ നേരത്തെ അങ്ങനെ പറഞ്ഞ് ഈ പയ്യനാടുള്ള ഈ എങ്ങനെയാ വയനാടുള്ള ഓളെ കണ്ടെത്തുന്ന ആലോചിച്ച. അതുപോലെ ഈ മൊഞ്ചത്തി കുട്ടി ഒരു മരുമോളായിട്ട് കിട്ടാൻ ഏത് ഉമ്മയാ കൊതിക്കാണ്ടിരിക്കുക? ആസിയുടെ സംസാരം കേട്ട് അവൻ്റെ അധരങ്ങളിൽ ഒരു ചിരി വിടർന്നു. ചിരിക്കാതെ നീ വാ, ബാപ്പ നീ വരാൻ വേണ്ടി അവിടെ കാത്തിരിപ്പാ. ആഹാ, അത് കൊള്ളാലോ. ഇന്ന് നിങ്ങളുടെ പുരുഷൻ ഊരിട്ടായിരുന്നു പോയില്ലേ? അവൻ്റെ ചോദ്യത്തിന് മറുപടി എന്നോണം ആസി അവൻ നേരെ കണ്ണുരുട്ടി കാണിച്ചു. അതിനൊന്ന് ഇളിച്ചു കൊടുത്തുകൊണ്ട് ഉമ്മാന്റെ തോൾക്കായിട്ട് പുറത്തേക്ക് നടന്നപ്പോൾ വാതിലിൽ കയ്യും കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന ബാപ്പയാണ് അവൻ കണ്ടത്. എന്ന് ഊരി തണ്ടാൻ പോയാലേ നിന്റെ ഈ ചുന്ദരി ഉമ്മയാരെയും അടിച്ചുകൊണ്ട് പോയാലോ? ഒരു കുസൃതിയോടെ റഹീം പറഞ്ഞു. അയ്യണ, ഇപ്പോഴും 17 കഴിഞ്ഞ പ്രണയ ജോഡികളെന്ന വിചാരം. കെട്ടിക്കാൻ പ്രായ സുന്ദരനും സുശീലനും സൽഗുണ സമ്പന്നമായ ഒരു മകനുണ്ട്. ആ വിചാരമല്ല ഉണ്ടോ രണ്ടിനും? ഇപ്പോഴും റൊമാൻസിച്ച് നടക്കാതെ വിളി. ഒരു കള്ളച്ചിരിയോടെ ഡൈനിങ് ടേബിളിൽ ഇരുന്നുകൊണ്ട് അവൻ പറഞ്ഞു. അതേസമയം ബാപ്പ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തിരയുന്ന തിരക്കിലായിരുന്നു. എന്താ ബാപ്പ, എന്താ നോക്കുന്നത്? അല്ലേ, കെട്ടിക്കാനായ ഒരു സുന്ദരനും സുശീലനും സൽഗുണ സമ്പന്നനായ ഒരു മകനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെവിടെയാ നോക്കിയായിരുന്നു. അത് കേട്ട് നമ്മുടെ ആദ്യം പ്ലിങ്. കൂടെ ആസിയെ ചിരി അടക്കി പിടിച്ചാണ് നിൽപ്പ്. ബാപ്പ ചുണ്ടും ചുളുക്കി കൊച്ചുകുട്ടികളെ പോലെ വിളിച്ചു. കിട്ടിയില്ലടാ. എന്നാലും ആ സൽഗുണ സമ്പന്നനായ മോനെവിടെ പോയി? റഹീമിന്റെ സംസാരം കേട്ട് ആദി കഴിപ്പ് മതിയാക്കി എണീറ്റ് കൈ കഴി. അതുകൊണ്ട് റഹീം പൊട്ടിച്ചിരിച്ചു. ആദി ബാപ്പാനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി പോകാൻ നിന്നു. ആദി നിക്ക്. എന്താ ഉമ്മ? എനിക്കൊരു കാര്യം പറയാനുണ്ട്, പക്ഷെ നിന്നോടല്ല, കേൾവിക്കാനായിട്ട് നീയും വേണം. ആസിയ പറയാൻ പോകുന്ന എന്താണെന്നറിയാതെ ഇരുവരും നിന്നു. ഇക്ക, മറ്റൊന്നുമല്ല, ഇവന്റെ കല്യാണക്കാരൻ തന്നെ. ഇവന് വേണ്ടി ഇവൻ തന്നെ ഒരു പെണ്ണിനെ കണ്ടെത്തിയിട്ടുണ്ട് തുടങ്ങി അവന്റെ കൽബ് കവർന്നെടുത്ത മൊഞ്ചത്തെ കുറിച്ച് ആസിയ റഹീമിനോട് പറഞ്ഞു. അത് കേട്ട് കണ്ണു വിടർത്തി ആദ്യം തന്നെ നോക്കിയിരിക്കായിരുന്നു റഹീം. അത് പിന്നെ ബാപ്പ എന്ത് പറയണമെന്നറിയാതെ അവൻ കിടന്നുരുണ്ട്. മോനെ ആദി, ഞാൻ ഇതിനെതിരൊന്നും പറയുന്നില്ല. നീ അവളെ കണ്ടെത്തുമെന്ന് എനിക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നീ അറിയിക്കോ. അവളെയും തിരഞ്ഞ് നാളെ തന്നെ. ഉപ്പാന്റെ സംസാരം കേട്ടപ്പോൾ അവന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. നിനക്ക് ശരിക്കും ഭ്രാന്താണ്. ആരേതാണെന്നറിയാതെ പെണ്ണിനെ തിരഞ്ഞിറങ്ങിക്കുക. അവളെയും തിരഞ്ഞുള്ള യാത്രയിൽ തൻ്റെ ഉറ്റുകൂട്ടുകാരൻ ആഷിഖിനെയും അവൻ കൂടെ കൂട്ടിയിരുന്നു. അവൻ്റെ വായിലിരിക്കുന്നതാണ് ഇപ്പൊ കേട്ടത്. അതേടാ, എനിക്ക് മുഴുത്ത ഭ്രാന്താ. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, അവളെ കണ്ടെന്ന് മുതൽ. അത് ഈ ഭ്രാന്ത് തുടങ്ങിയിട്ട് 1 മാസം പൂർത്തിയായി. പ്രണയമെന്ന ഭ്രാന്ത്. ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ പെൺകുട്ടി അവൻ കാണുന്നൊക്കെ കണ്ണു തുറന്നു വെച്ച് തന്നെ കാണാം. ആരേതാന്ന് പോലും അറിയത്തില്ല. ആഷിഖ് പിറുവിറുത്തു. പെട്ടെന്നാണ് ആദ്യം വണ്ടി നിർത്തിയത്. ആഷി യഥാർത്ഥത്തിൽ നെറ്റി വിളിച്ച് നോക്കി. ഇറങ്ങ്, വല്ലതും കഴിക്കാം. രാവിലെ കഴിച്ചല്ലേ? ഭക്ഷണം കഴിച്ച് വീണ്ടും യാത്ര ആരംഭിച്ചു. ആദി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കടാ.
അതായത് രമണ വല്ലാണ്ട് രമണ നിൽക്കാൻ നീ ചോദിക്കടാ. അതായത് ഈ പ്രണയം തലക്ക് പിടിച്ചവരെ മറ്റൊന്നും തലയിൽ കയറില്ലല്ലേ? എങ്ങനെ മനസ്സിലായി? നിന്റെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഞാനൊന്ന് പ്രണയിച്ചാലോ എന്ന് ആലോചിക്കുന്നത്. ഓ, അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ ഈ അമൂൽ ബേബിക്ക്? അമൂൽ ബേബി നിന്റെ കെട്ടിയോള തന്ത. ഓഹോ, ഞാനതങ്ങ് സഹിച്ചു. പിന്നീട് കുറച്ചു നേരം അവിടെ മൗനമായിരുന്നു. പച്ചപ്പാൽ മൂടപ്പെട്ട തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ യാത്ര തുടരുമ്പോൾ ആദിയുടെ ഉള്ളിലൊരു കുളിരായിരുന്നു. ദൂരങ്ങൾ പിന്നീട് ദൂരം അവന്റെ ഹൃദയമിടിപ്പിന്റെ വേഗത ഉയർന്നുകൊണ്ടിരുന്നു. കൂടെ തനിക്ക് അവളെ കണ്ടെത്താൻ കഴിയണേ എന്ന പ്രാർത്ഥനയും. അതിൽ പോന്താ കുറെ നേരം നീ ഇങ്ങനെ വണ്ടി വിട്ട് പോകുന്നു. എങ്ങോട്ടാണാവോ? നോ ഐഡിയ. അപ്പൊ നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോകണോ? മിണ്ടാതിരിക്കാൻ നോക്കട ആശി. ആദ്യം എക്സിബിഷൻ നടന്ന് അങ്ങോട്ട് പോകണം. പെട്ടെന്നാണ് ഒരു പെൺകുട്ടി ആദിയുടെ കാറിന് മുമ്പിലേക്ക് ചാടിയത്. അപ്പോൾ തന്നെ അവൻ ബ്രേക്ക് പിടിച്ചോണ്ടൊന്നും പറ്റിയില്ല. ഏതവളാണ് ആ ചാകാൻ ചാടിയത് എന്നും പറഞ്ഞ ആദ്യ കാറിന്റെ ഡോറൊക്കെ ഉറങ്ങവേ മുന്നിലുള്ള രൂപത്തെ കണ്ട് അവൻ ഞെട്ടി. അവന്റെ കണ്ണുകളിൽ സന്തോഷവും അത്ഭുതവും നിറഞ്ഞിരുന്നു. അതെ, തന്റെ കൽബ് കവർന്നവൾ. കരിനീല കണ്ണാലെ നോട്ടമെറിഞ്ഞ് എന്റെ കൽവിൽ കുടിയേറിയ ജിന്ന്. അവൻ പോലും അറിയാതെ അവന്റെ ചുണ്ടുകൾ ഉരുവിടുന്ന കേട്ട് ആശയും ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. സോന, വല്ലതും പറ്റിയോ? നീ എന്ത് മണ്ടത്തിനെ കാണിച്ച്? അതും ചോദിച്ചുകൊണ്ട് അവിടെ കൂട്ടുകാരിയെന്ന് തോന്നിപ്പിക്കുന്ന ഒരുത്തി ഓടിക്കതച്ചോന്ന് ചോദിച്ചു. മാറിക്കടി, എന്തിനാ എന്നെ രക്ഷിച്ച്? എന്റെ ദേഹത്തോട് വണ്ടി കയറ്റിക്കൂടായിരുന്നോ? എനിക്ക് ജീവിക്കണ്ട, ആരുമില്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കണ്ട. അന്നേരം ആദ്യം പുറത്തിറങ്ങി. അപ്പോഴാണ് സോന അവനെ കാണുന്നത്. അവനെ കണ്ടത് അവിടെ കണ്ണുകൾ വിടർന്നു. അതുപോലെ അവിടെ കൂട്ടുകാരുടേതും. ആക്ച്വലി എന്താ പ്രശ്നം? ഈ കുട്ടി എന്തിനെങ്ങനെ ബഹളം വയ്ക്കുന്നത്? അത് സാർ. ആദി, അങ്ങനെ വിളിച്ചാൽ മതി. വിരോധമില്ലെങ്കിൽ കുറച്ച് മാറിന്ന് സംസാരിക്കാം. അവളുടെ കൂട്ടുകാരി എങ്ങനെ പറഞ്ഞപ്പോൾ ആദി എതിർക്കാനൊന്നുമില്ല. ഓക്കെ, നോ പ്രോബ്ലം. ആദി, എൻ്റെ പേര് സൻഹ, ഇവൾ ഐഷ സോന. സത്യം പറഞ്ഞാൽ നിങ്ങൾ അന്നൊരിക്കൽ പെയിന്റിംഗ് എക്സിബിഷനിൽ വെച്ച് കണ്ടായിരുന്നു. അന്ന് എനിക്ക് സോനയെ നിങ്ങളെ കാണിച്ചു തന്നു. വിദൂരതയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന സോനയെ നോക്കി സൻഹ പറഞ്ഞു. സോനയ്ക്ക് ഇവിടെ ആരുമില്ല. അവൾ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? ശരിക്കും ഇവിടെ നാട് ബാംഗ്ലൂരാണ്. അന്ന് എക്സിബിഷനിൽ കണ്ടപ്പോൾ തന്നെ സോനയ്ക്ക് നിങ്ങൾ ഇഷ്ടമായിരുന്നു. പിന്നെ ഒരിക്കലും അറിയാത്ത ആളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ കോഴിയെന്ന് കണക്കിൽ മാത്രം എടുക്കുമെന്ന് വിചാരിച്ച് പറഞ്ഞില്ല. എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളിവിടെ തേടി വരും, അല്ലെങ്കിൽ അവൾ നിങ്ങളെ തേടി വരുന്നൊരു പ്രതീക്ഷയായിരുന്നു നിങ്ങൾക്ക്. ഒരിക്കലും അറിയാത്ത ഒരാൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന അവളെ ഞങ്ങളൊക്കെ കളിയാക്കുമായിരുന്നു. പക്ഷേ അവൾ പറയായിരുന്നു, പടച്ചവൻ്റെ കിതാബിൽ ഞങ്ങളുടെ പേരാണ് ചേർത്ത് വെച്ചെങ്കിൽ ഏത് കടലിനക്കരയാണെങ്കിലും എന്നെ തേടി വരും. പക്ഷേ ഇന്നലെ നിങ്ങളൊരു പെൺകുട്ടികളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് കണ്ടപ്പോൾ ഇറങ്ങിയതാ. എനിക്ക് ആരുമില്ല, ഞാൻ മരിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ്. അവൾ പറഞ്ഞെല്ലാം കേട്ട് ഒരു പുഞ്ചിരിയോട് ആദി നേരെ പോയത് വിദൂരതയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന സോനയുടെ അടുത്തേക്കാണ്. സോന, അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നീ പറഞ്ഞ് ശരിയാവണ്ണേ, പടച്ചോന്റെ കിതാബിൽ നമ്മുടെ പേരെഴുതി ചേർത്തുകൊണ്ടല്ലേ ഇന്ന് ഞാൻ നിന്നെ തേടി വന്നു. ആദി പറഞ്ഞിട്ട് സോന നെറ്റി പിടിച്ചു. അതേടി പെണ്ണേ, നിന്നെ തേടിയിറങ്ങിയാ ഞാൻ. നിന്റെ ഈ കരിനീല കണ്ണ് വെച്ചുള്ള ആ നോട്ടമായിരുന്നു എന്നെ നിന്നിലേക്ക് ആകർഷിച്ച്. ഓരോ ദിവസവും നിന്റെ ആ കണ്ണുകളൊന്നും എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി പെണ്ണേ, എനിക്ക് നിന്നോടുള്ള സ്നേഹം അന്ന് മുതൽ ഇന്ന് വരെ നീ മാത്രമായിരുന്നു എന്നിൽ. അപ്പം ആ പിക്ക്? സോന സംശയത്തോടെ ചോദിച്ചു. എൻ്റെ പെണ്ണേ, നീ ഇതൊന്നും കാണുമ്പോഴേക്കും ചാവാനിറങ്ങിയാലേ എങ്ങനെയാ? അതെ, ആ നിൽക്കുന്ന ആഷിയുടെ സിസ്റ്ററാ. ആദ്യം പറഞ്ഞിട്ട് സോനടിച്ച് അമ്മയെ ചിരിവാസാക്കി. പെട്ടെന്ന് ആദ്യം അവളെ തന്നെ മാറോട് ചേർത്ത് പിടിച്ചു. വേണം പെണ്ണെ എനിക്ക് നിന്നെ. നീ ഇല്ലാതെ എൻ്റെ ജീവിതം അപൂർണ്ണാടി. എൻ്റെ ജീവിതം പൂർത്തിയാക്കാൻ നീ വരില്ലേ പെണ്ണെ? നിന്റെ ജീവിതം പൂർത്തിയാക്കാൻ ഈ സോന വരും. ആദിയുടെ മാത്രം സോനയായി. ആദ്യം അവൾ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് തൻ്റെ കൈ കൊണ്ട് അവൾക്ക് ചുറ്റും ഒരു വലയം സൃഷ്ടിച്ചു. അവരുടെ സ്നേഹം കണ്ട് ആഷിയുടെയും സൻഹയുടെയും ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു.